Even in this modern age, most of us are blindly believing in superstitions. Here we are discussing such a topic, The Mark of Vishnu by Khushwant Singh. Khushwant Singhinte The Mark of Vishnu എന്ന കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആധുനിക കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിച്ച ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ജനത, ആ ഒരു അന്ധവിശ്വാസത്തിന്റെയും സയൻസിന്റെയും ആ ഒരു ഗ്യാപ്പാണ് ഈ കഥയിലൂടെ നമുക്ക് വെളിവാക്കുന്നത്. Khushwant Singh is a famous Indian writer, politician, journalist and short story writer. വളരെ പ്രശസ്തനായ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, അതേപോലെ രാഷ്ട്രീയക്കാരനാണ്, ജേർണലിസ്റ്റ് ആണ്. അങ്ങനെ പല മുഖങ്ങളിലുള്ള ഒരു വ്യക്തിയാണ് Khushwant Singh. And The Mark of Vishnu is a short story included in his collection The Mark of Vishnu and Other Stories in 1958. 1958 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു കളക്ഷനാണ് ദ മാർക്ക് ഓഫ് വിഷ്ണു ആൻഡ് അതർ സ്റ്റോറീസ്. ആ കളക്ഷനിൽ ഉൾപ്പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ മാർക്ക് ഓഫ് വിഷ്ണു. ദ സ്റ്റോറി സറ്ററൈസസ് സൂപ്പർസ്റ്റിഷൻസ്, ലാക്ക് ഓഫ് വാല്യൂസ് ആൻഡ് ഫോൾസ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, അതേപോലെ തന്നെ മൂല്യങ്ങളുടെ ശോഷണം, അതോടൊപ്പം തന്നെ അന്ധവിശ്വാസം, ഇതൊക്കെയാണ് ഈ കഥയിലൂടെ അദ്ദേഹം പരിഹസിക്കുന്നത്. Through the story, he wants to convey the irony of one's belief. ഒരാളുടെ വിശ്വാസത്തിലുള്ള വൈരുദ്ധ്യാത്മകതയാണ് അദ്ദേഹം ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. Gunga Ram is the protagonist is the story and he is the servant of the narrator's house. ഇതില് 4 കുട്ടികളുണ്ട്. 4 കുട്ടികളിലെ ഒരു കുട്ടിയായിട്ടാണ് ഇതിലെ നരേറ്റർ ഉള്ളത്. ആ നരേറ്ററുടെ വീട്ടിലെ സെർവന്റ് ആണ്, ഒരു ബ്രാഹ്മിൻ സെർവന്റ് ആണ് എന്താണ് ഗുംഗാറാം എന്ന വ്യക്തി. ആൻഡ് ഹി ഈസ് എ സ്റ്റോൺച്ച് ബിലീവർ ഓഫ് ലോർഡ് വിഷ്ണു. വിഷ്ണുവിന്റെ ഭക്തനാണ് അദ്ദേഹം. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ലോർഡ് വിഷ്ണു ഈസ് ദി പ്രിസർവർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ക്രിയേഷൻ. അതായത് ട്രിനിറ്റി ഓഫ് ഗോഡിൽ വിശ്വസിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വര, ബ്രഹ്മ വിഷ്ണു ശിവൻ, ഈ ഒരു ത്രിമൂർത്തികളിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആൻഡ് ഹി ഈസ് മോർ ഡിവോട്ടഡ് ടു ലോർഡ് വിഷ്ണു. വിഷ്ണുവിനെയാണ് അദ്ദേഹം കൂടുതൽ ആരാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അറിയാം ലോർഡ് വിഷ്ണു ഹി ഈസ് ദി പ്രിസർവർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ ക്രിയേഷൻ. സൃഷ്ടിയുടെ സംരക്ഷകനായ വിഷ്ണുവിനെയാണ് അദ്ദേഹം കൂടുതൽ ആരാധിക്കുന്നത്. ആൻഡ് ഗുംഗാറാം ബിലീവ്സ് ദാറ്റ് ഓൾ ലിവിംഗ് തിങ്സ് ആർ ടു ബി ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഈവൻ ദോ ദേ ആർ ഡേഞ്ചറസ് ക്രീച്ചേഴ്സ്. അദ്ദേഹം വിശ്വസിക്കുന്നത് എല്ലാ ആനിമൽസിനെയും നമ്മൾ ബഹുമാനിക്കണം, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ അവയെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. അത് വിഷമുള്ള ജീവികളായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സെന്റിപെയ്ഡ്, സ്കോർപ്പിയൻ, അങ്ങനെയുള്ള ഏത് ജീവിയാണെങ്കിലും, കടന്നല് പോലെയുള്ള ജീവികളാണെങ്കിൽ പോലും, വിഷമുള്ള ജീവികളാണെങ്കിൽ പോലും അവയെ നമ്മൾ ആരാധിക്കണം, അല്ലെങ്കിൽ അവയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്ന ഒരു വിശ്വാസം ഉള്ള വ്യക്തിയാണ് ഗുംഗാറാം. നമ്മൾ പറഞ്ഞു ഈ സ്റ്റോറി ഇറ്റ് ഈസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ട്രഡീഷൻ ഓർ സൂപ്പർസ്റ്റിഷൻ ആൻഡ് സയൻസ്. സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളുടെയും സയൻസിന്റെയും ആ ഒരു വ്യത്യാസമാണ് ഇത് കഥയിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു. The protagonist of the story is Gunga Ram. Gunga Ram, he is an illiterate Brahmin who serves in the house of the narrator. നരേറ്ററുടെ വീട്ടിലെ ഒരു സെർവന്റ് ആണ് അദ്ദേഹം. ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻ, നിരക്ഷരനായ ഒരു ബ്രാഹ്മിൻ ആണ്. ആൻഡ് അതർ ക്യാരക്ടേഴ്സ് ആർ ദ 4 boys who are in the house. ആ വീട്ടിലെ, അതായത് ആ യജമാനന്റെ മക്കളാണ് ആ 4 കുട്ടികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ആൻഡ് they ridicule Gunga Ram for his superstition, poverty and illiteracy. ഈ 4 കുട്ടികൾ എല്ലായ്പ്പോഴും ഗുംഗാറാമിനെ പരിഹസിക്കുന്ന കുട്ടികളാണ്. കാരണം അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം, അതേപോലെ തന്നെ ദരിദ്രനാണ്, നിരക്ഷരനാണ്, ഇതൊക്കെ വെച്ച് കളിയാക്കുന്ന 4 കുട്ടികൾ. And the next character is Kala Nag or King Cobra. King Cobra ആണ് മറ്റൊരു പ്രധാന കഥാപാത്രം. And Gunga Ram respects the snake as a life form representing the gods trinity Brahma, Vishnu and Mahadeva. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരു അവതാരമാണ് എന്ന് കരുതി
നമ്മുടെ ഗംഗാറാം ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ് കാളനാഗ. കിങ് കോബ്രയാണ്, സർപ്പമാണ്. And when the story begins, the four boys and Gungaram are engaging in an argument. ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഗംഗാറാമും, നമ്മൾ പറഞ്ഞു ഗംഗാറാം ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ബ്രാഹ്മിൻ ആണ്, അവിടുത്തെ സെർവന്റ് ആണ്. ഈ 4 കുട്ടികളും തമ്മിൽ ഒരു വാഗ്വാദത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. ആൻഡ് ദ നരേറ്റർ ഈസ് വൺ ഓഫ് ദി 4 ബോയ്സ്. ഈ 4 കുട്ടികളിലെ ഒരു കുട്ടിയാണ് നമ്മുടെ നരേറ്റർ. They see Gunga Ram putting a saucer with milk near the hole of the serpent. അവർ കാണുന്നത് ഒരു സോസറിൽ കുറച്ച് പാലൊഴിച്ച് ഒരു വലിയ ഹോളിന്റെ അടുത്ത് വെച്ചു കൊടുക്കുന്നതാണ്, ഗംഗാറാം വെച്ചു കൊടുക്കുന്നതാണ് ഈ കുട്ടികൾ കാണുന്നത്. ആൻഡ് ഗംഗാറാം റിവീൽസ് ദാറ്റ് ഹി ഗീവ്സ് മിൽക്ക് ടു ദ കാല നാഗ എവറി നൈറ്റ്. ഗംഗാറാം പറയുന്നു, ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ ഈ പാമ്പിന് പാല് കൊടുക്കാറുണ്ട് എന്ന് പറയുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ പറയുന്നത് ആൻഡ് ഇറ്റ് ഡ്രിങ്ക്സ് ദ ഹോൾ മിൽക്ക്. ആ പാമ്പ് ആ പാല് ഫുള്ള് കുടിക്കാറുണ്ട് എന്നും ഗംഗാറാം വെളിപ്പെടുത്തുന്നു. ദ ബോയ്സ് സേ ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ് ആസ് ദ സ്നേക്ക് കാനോട്ട് ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഇറ്റ് മേ ബി ദ ക്യാറ്റ് ഹു ഈസ് ഡ്രിങ്കിങ് ഇറ്റ്. ഇത് കേട്ട് കുട്ടികൾ പരിഹസിക്കുന്നു. അതായത് താൻ ഈ പാമ്പിന് എല്ലാ ദിവസവും സോസറിൽ പാല് കൊടുക്കാറുണ്ട് എന്നും രാവിലെ ആകുമ്പോഴത്തേക്ക് പാല് കുടിച്ചിട്ട് പാത്രം അവിടെ വെക്കുന്നുണ്ട് എന്നും ഗംഗാറാം പറയുന്നതിനെ ഇത് സ്റ്റുപ്പിഡിറ്റി ആണ് എന്ന് കുട്ടികൾ പറയുന്നു. കാരണം പാമ്പിന് പാല് കുടിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, അത്രത്തോളം പാല് കുടിക്കാൻ പാമ്പിന് കഴിയില്ല, ഒന്നത്. രണ്ടാമത്തേത്, അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ചുറ്റിപ്പറ്റിയ ഒരു പൂച്ചയുണ്ട്, ആ പൂച്ചയായിരിക്കാം ആ പാല് കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ കുട്ടികള് ഗംഗാറാമിനെ പരിഹസിക്കുന്നു. ആൻഡ് ദ നരേറ്റർ agrees or argues that they have seen many snakes in the school laboratory which are kept in methylene spirit. കുട്ടികൾ പറയുന്നു, ഇങ്ങനത്തെ കുറെ പാമ്പിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്കൂൾ ലബോറട്ടറിയിൽ മെത്തലിൻ്റെ സ്പിരിറ്റിൽ സൂക്ഷിച്ചിട്ടുള്ള കുറെ പാമ്പുകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പാമ്പിനെയൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണെന്ന് കുട്ടികൾ പറയുന്നു. ഗംഗാറാം റെസ്പെക്റ്റോട് കൂടിയാണ് ഈ കാളനാഗത്തെ കുറിച്ച് പറയുന്നത്. അതേസമയം കുട്ടികള് പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം വിഷജീവിയാണ്, ഏറ്റവും കൂടുതൽ പോയിസണസ് ആയിട്ടുള്ള കിങ് കോബ്രയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പാമ്പിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾ പറയുന്നു. ആൻഡ് an exotic snake is brought in the school which can run on 2 sides and was killed when it tried to escape. കുട്ടികൾ പറയുന്നു, ഒരിക്കലും സ്കൂളിൽ ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു സ്നേക്കിനെ കൊണ്ടുവന്നു. അതിന് 2 വശത്തേക്ക് ഓടാൻ കഴിയുള്ള, അതായത് അത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു പാമ്പാണ്. പക്ഷേ അതങ്ങനെ ഓടിക്കളിക്കുന്ന സമയത്ത്, അതിനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ കൊന്ന് അതിനെ ഇപ്പോഴും മെത്തലിന്റെ സ്പിരിറ്റിൽ സ്കൂൾ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും കുട്ടികൾ പറയുന്നു. ആൻഡ് ഹി ബിലീവ്സ് ഇൻ ദ ട്രിനിറ്റി ഓഫ് ഗോഡ്. അറ്റ് ദിസ് ടൈം ഗംഗാറാം ക്ലോസസ് ഹിസ് ഐസ്. ഈ സമയത്ത്, ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് ഗംഗാറാം തന്റെ കണ്ണുകൾ അടയ്ക്കുന്നു. കാരണം അദ്ദേഹം പാമ്പിനെയൊക്കെ അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന് തുല്യമായിട്ട് തന്നെ സ്നേഹിക്കുന്ന, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നുള്ള ഒരു ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. സോ ഹി ഡസൻ ലൈക്ക് ടു ഹിയർ സച്ച് സ്റ്റോറീസ്. ഇത്തരത്തിലുള്ള കഥകളൊന്നും കേൾക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഹി ബിലീവ്സ് ഇൻ ദ ട്രിനിറ്റി ഓഫ് ഗോഡ്, ബ്രഹ്മ, വിഷ്ണു ആൻഡ് ശിവ, ദ ക്രിയേറ്റർ, പ്രിസർവർ ആൻഡ് ഡിസ്ട്രോയർ. He devoted more to Vishnu എന്ന് നേരത്തെ പറഞ്ഞതാണ്. And the narrator declares that they will kill Kala Nag, but Gangaram dissuades them, saying that the snake has laid 100 eggs and the baby snakes will kill them if they kill Kala Naga. ഈ സമയത്ത് കുട്ടികൾ പറയുന്നു, നമ്മളിങ്ങനെ കുറെ പാമ്പിനെയൊക്കെ സ്കൂൾ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, അതായത് അതിനെ കൊന്ന് മെത്തലിന്റെ സ്പിരിറ്റിൽ വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ നരേറ്റർ പറയുന്നു, ദേ വിൽ കിൽ ദ കാളനാഗ, ഈ കാളനാഗയെ കൊല്ലുമെന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് ഗംഗാറാം പറയുന്നത്, ഈ കാളനാഗം 100 മുട്ടകളോളം ഇട്ടിട്ടുണ്ട്. ആ മുട്ടകൾ വിരിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങൾ പ്രതികാരം ചെയ്യും. ഈ കാളനാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞുങ്ങൾ വന്ന് പ്രതികാരം ചെയ്യുമെന്ന് പറയുന്നു. ആൻഡ് ദ ബോയ് സറ്റൈസ് ഹിം by saying that Kala Naga is a male who cannot lay eggs and it may be Gunga Ram who laid the egg.
ഈ സമയത്ത് കുട്ടികൾ പരിഹസിക്കുന്നു. കാരണം കാളനാഗം എന്നത് ഒരു മെയിലാണ്, ആണാണ്, അതിന് മുട്ടയിടാൻ കഴിയില്ല, ഒരു പക്ഷെ ഗുംഗാറാമായിരിക്കാം മുട്ടയിട്ടത് എന്ന് പറഞ്ഞ് അവര് ഗുംഗാറാമിനെ കളിയാക്കുന്നു. ആൻഡ് ദ ബോയ്സ് റിവീൽ ദാറ്റ് ദേ വിൽ ക്യാച്ച് ഇറ്റ് അലൈവ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ബോംബെ ഫോർ മേക്കിംഗ് ആന്റി വെനം. കുട്ടികൾ പറയുന്നു, ഞങ്ങൾ ഈ കാളനഗത്തെ പിടിച്ച് ബോംബെയിലേക്ക് അയച്ചു കൊടുക്കും, കാരണം അതിൽ നിന്നും ആന്റി വെനം ഉണ്ടാക്കാൻ, അതായത് പോയിസൺ, അതിനെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനെ ജീവനോട് തന്നെ ബോംബെയിലേക്ക് അയക്കും എന്ന് കുട്ടികൾ പറയുന്നു. ആൻഡ് ദ ബോയ്സ് ഡു നോട്ട് നോ ഹിന്ദു ബിലീഫ്സ്, ദേ ഡു നോട്ട് ഹേർഡ് ഓഫ് ഗാന്ധിജി ആൻഡ് ഹിസ് അഹിംസ. കുട്ടികൾക്ക് ഹിന്ദു മിത്തോളജി എന്താണെന്ന് അറിയില്ല, ആ ഒരു ജീവജാലങ്ങൾക്കുള്ള വില എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലാക്ക് ഓഫ് വാല്യൂസ് ഈസ് ദി മെയിൻ തീം ഓഫ് ദിസ് സ്റ്റോറി. മൂല്യങ്ങളുടെ ആ ഒരു അറിവില്ലായ്മയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഹിന്ദു ബിലീഫ്സ് എന്താണെന്ന് അറിയില്ല, അതേപോലെ തന്നെ ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടില്ല, ഗാന്ധിജിയുടെ അഹിംസ എന്താണ്, അത് ആ ഒരു പ്രിൻസിപ്പിൾ ഒന്നും കേട്ടിട്ടില്ല. കാരണം ദേ ട്രൈ ടു കിൽ മോസ്റ്റ് ഓഫ് ദി ഇൻസെക്ട്സിനെയൊക്കെ അവര് കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോക്കിന്റെ ഭാഗമായിട്ട്, തമാശയുടെ ഭാഗമായിട്ട് അവർ ഇൻസെക്ട്സിനെ ഉപദ്രവിക്കുന്ന കുട്ടികളാണ്. അതേപോലെ വാസ്പ്, കടങ്കലിനെയും സെന്റിപൈഡ്, അത് അങ്ങനെയുള്ള എല്ലാ ജീവികളെയും ഉപദ്രവിക്കുന്ന പോലത്തെയുള്ള കുട്ടികളാണ്. സോ ദേ ഡു നോട്ട് നോ ദ പോളിസി ഓഫ് അഹിംസ ആൻഡ് ദേ ഇൻട്രസ്റ്റഡ് ഇൻ കില്ലിംഗ് ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് സ്നേക്സ്. ഡ്യൂറിംഗ് ദ റെയിനി സീസൺ ഓൾ ദ ഹോൾസ് വെയർ ഫിൽഡ് വിത്ത് റെയിൻ വാട്ടർ. അങ്ങനെ കാലക്രമേണ മൺസൂൺ കാലം എത്തുന്നു. ആ പാമ്പിന്റെ ഹോളില് വെള്ളം കയറുന്നു, അതായത് വെള്ളം ആ പ്രദേശത്തിലൊക്കെ നിറഞ്ഞിട്ട് പാമ്പിന്റെ പൊത്തിലൊക്കെ വെള്ളം കയറുന്നു. ആൻഡ് ദ സ്നേക്ക് കെയിം ഔട്ട് ആൻഡ് ദ ബോയ്സ് ബ്രോക്ക് ഇറ്റ്സ് ബാക്ക് വിത്ത് എ ബാംബ്. ഈ സമയത്ത് തന്റെ മാളത്തിലിരിക്കാൻ കഴിയാതെ കാളനാഗം പുറത്തു വരുന്നു. ആ പുറത്തു വരുന്ന നാഗത്തെ മുളവടി കൊണ്ട് ഈ കുട്ടികൾ പുറത്തടിച്ച് പരിക്കേൽപ്പിക്കുന്നു. ആൻഡ് ദേ വോണ്ട് ടു എക്സിബിറ്റ് ദ സ്നേക്ക് ഇൻ ദ സ്കൂൾ. അവരുടെ ലക്ഷ്യം ഈ പാമ്പിനെ, വളരെ പോയിസണസ് ആയിട്ടുള്ള പാമ്പാണ്, അതിനെ സ്കൂളിൽ കൊണ്ടുപോയി എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സോ ദേ kept it in a tin of biscuit and kept under the bed. അതുകൊണ്ട് ഈ പാമ്പിനെ അവര് അതിന്റെ പുറം അടിച്ച് പൊളിച്ച് പഞ്ചറാക്കി വെച്ചതാണ്. അങ്ങനെ അതിനെ പിടിച്ച് ഒരു ബിസ്ക്കറ്റിന്റെ ടിന്നിലാക്കി വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഗുംഗാറാം കാണാതെ കട്ടിലിനടിയില് വളരെ ഭദ്രമായിട്ട് ടിന്നില് അടച്ച് സൂക്ഷിക്കുന്നു. ആൻഡ് ridiculed Gunga Ram that the snake doesn't want his milk as there are many frogs and also his milk is tasteless as it has no sugar. കുട്ടികൾ കളിയാക്കുന്നു, കാരണം ഗുംഗാറാമിനോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് പാല് വെച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ കുട്ടികൾ പറയാണ്, ഇനി എന്താണ്, കാളനാഗത്തിന് നിങ്ങളുടെ പാലൊന്നും ആവശ്യമില്ല, കാരണം ഇഷ്ടംപോലെ തവളകൾ പുറത്തു വന്നിട്ടുണ്ട്, ഇപ്പൊ മഴയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ തവളകളുണ്ട്, ആ തവളകളെ തിന്ന് പാമ്പ് വയറ് നിറയ്ക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പാലിന് ടേസ്റ്റ് ഇല്ല, കാരണം ഷുഗർ ഒന്നും ഇട്ടിട്ടില്ല, പഞ്ചസാരയൊന്നും ഇടാത്ത ടേസ്റ്റ് ഇല്ലാത്ത പാലാണ്, അതുകൊണ്ട് നിങ്ങളുടെ പാമ്പിനി കാളനാഗത്തിന് വേണ്ട എന്ന് കുട്ടികൾ പറയുന്നു. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് സസ്പെക്ട്സ് ഇൻ ഗുംഗാറാം. ഇത് ഗുംഗാറാമിൽ ഒരു സംശയം ഉണർത്തുന്നു. കാരണം ഇതെന്താ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം ഒന്ന് സംശയിക്കുന്നു, പക്ഷെ പിന്നീട് അതേക്കുറിച്ച് വിടുന്നു. ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ദ മിൽക്ക് വാസ് ദെയർ ഇൻ ദ സോസർ. പിറ്റേന്ന് രാവിലെ ഗുംഗാറാം നോക്കുന്ന സമയത്ത് ആ ഹോളിനടുത്ത് വെച്ച്, നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും രാത്രി അദ്ദേഹം ഈ പാമ്പിന് പാല് കൊടുക്കാറുണ്ട്, ഒരു സോസറിൽ പാല് കൊണ്ടുവയ്ക്കാറുണ്ട്. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൻ നോക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ആ പാല് ഉണ്ടാവില്ല, പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് രാവിലെ നോക്കുന്ന സമയത്ത് പാല് അങ്ങനെ തന്നെ സോസറിൽ കാണുന്നു. ആൻഡ് ഗുംഗാറാം ഗോട്ട് സസ്പീഷ്യസ്. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞതിനെ കുറിച്ച് ഗുംഗാറാം ഓർക്കുന്നു. ആൻഡ് ദ നരേറ്റേഴ്സ് വേർഡ്സ് ഇൻക്രീസ്ഡ് ഹിസ് ഡൗട്ട്സ്. പെട്ടെന്ന് അദ്ദേഹം നരേറ്റർ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു, അതായത് ഹിസ് മിൽക്ക് ഈസ് ടേസ്റ്റ്ലെസ്. അതേപോലെ തന്നെ കിങ് കോബ്ര ഓർ കാളനാഗ ഡസൻറ്റ് വാണ്ട് യുവർ മിൽക്ക് ആസ് ഇറ്റ് ഗോട്ട് എ ലോട്ട് ഓഫ് എന്താണ് ഫ്രോഗ്സ്. തവളകളെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, മാത്രമല്ല പാലിന് മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് താങ്കളുടെ പാലിനി വേണ്ട എന്ന് പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം ഓർക്കുന്നു. ആൻഡ് വെൻ ദേ ഗോട്ട് റെഡി ഫോർ സ്കൂൾ ദേ റിവീൽ ദാറ്റ് കാളനാഗ ഈസ് സേഫ് ഇൻ ദെയർ ടിൻ ആൻഡ് ദേ വിൽ കീപ് ഇറ്റ് ഇൻ ദ മെത്തൽ ഇൻ ദ സ്പിരിറ്റ്.
അങ്ങനെ ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾ പറയുന്നു, നരേറ്റർ പറയുന്നു, ഇനി ഈ കാളനാഗം ടിന്നിനുള്ളില്, ബിസ്ക്കറ്റിന്റെ ടിന്നിനുള്ളിൽ ഭദ്രമായിട്ടുണ്ട്. ഇതിനി സ്കൂളിലെ മെത്തലിന്റെ സ്പിരിറ്റിൽ വളരെ സേഫ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞ് കുട്ടികള് പോകാൻ ഒരുങ്ങുന്നു, സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ആൻഡ് ഇറ്റ് വിൽ ബി എക്സിബിറ്റഡ് ഇൻ ദ സ്കൂൾ. ഇതിനെ മെത്തലിന്റെ സ്പിരിറ്റിൽ സൂക്ഷിച്ചിട്ട് സ്കൂളിലെ എക്സിബിഷന് വെക്കുമെന്നും കുട്ടികൾ പറയുന്നു. ആൻഡ് ദേ പ്രസന്റ് ഇറ്റ് ടു ദ സയൻസ് ടീച്ചർ. അങ്ങനെ സ്കൂളിലെത്തിയ കുട്ടികള് ഈ പാമ്പിനെ സയൻസ് ടീച്ചർക്ക് കൊടുക്കുന്നു. ആൻഡ് വെൻ ദ ടീച്ചർ ട്രൈ ടു അൺഫോൾഡ് ദ ടിൻ, ദ സ്നേക്ക് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് വിത്ത് ഇറ്റ്സ് ഫെറോഷ്യസ് ഐസ്. അങ്ങനെ ടീച്ചർ ഈ ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് കുട്ടികളെ അഭിനന്ദിക്കുന്നു. കാരണം ഇറ്റ് ഈസ് വെരി പോയിസണസ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഫെറോഷ്യസ്. വളരെ അക്രമകാരിയായിട്ടുള്ള, അതേപോലെ തന്നെ പോയിസണസ് ആയിട്ടുള്ള പാമ്പാണ്. അതിനെ പിടിച്ചതിൽ കുട്ടികളെ അഭിനന്ദിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് വർക്ക് കൊടുത്തിട്ട് ഈ ടീച്ചർ ഈ ടിന്ന് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പാമ്പ് പുറത്തേക്ക് ചാടുന്നു. ആൻഡ് ഇറ്റ് ടാർഗറ്റ്സ് ദി ടീച്ചേഴ്സ് ഫേസ്. ആ ടീച്ചറുടെ മുഖത്തേക്ക് കൊത്താനായിട്ട് ആ പാമ്പ് വരുന്നു. ആൻഡ് എവരി വൺ ഗോട്ട് അഫ്രൈഡ്. എല്ലാവരും വളരെ ഹിസ്റ്ററിക്കായി മാറുന്നു, അതായത് ഹിസ്റ്റീരിയ ടൈപ്പായി മാറുന്നു. എല്ലാവർക്കും പേടിയാവുന്നു, കുട്ടികൾക്കും ടീച്ചേഴ്സിന്. കാരണം അത്രത്തോളം പോയിസണസ് ആണ്. അതിന്റെ ബാക്ക് അടിച്ചു പൊളിച്ചതാണ്, ഏകദേശം അതിന്റെ പുറമൊത്തം അടിച്ചു പൊളിച്ചിട്ടുണ്ട്, പക്ഷെ തലയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണുള്ളത്. അപ്പോ ടീച്ചറുടെ നേരെ നോക്കി കൊത്താൻ പാകത്തിൽ നിൽക്കുന്ന ആ പാമ്പിനെ കണ്ട് കുട്ടികൾക്കും ടീച്ചർക്കും ഒക്കെ പേടി തോന്നുന്നു. ആൻഡ് ഇറ്റ് ഹിസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഡ്രാഗ്ഡ് ടുവേർഡ്സ് ദ ഡോർ. അത് ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ്, ടീച്ചറുടെ നേരെ ചീറ്റി നിൽക്കുകയാണ്, വളരെ ഫെറോഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. അവസാനം ഇഴഞ്ഞ് ഡോറിനടുത്തേക്ക് എത്തുന്നു. ദെൻ Gunga Ram reaches there with the saucer and the jar of milk in his hand. ഈ സമയത്ത് ഗുംഗാറാം അവിടെ ഓടി എത്തുന്നു. അദ്ദേഹത്തിന്റെ കയ്യില്, ഒരു കയ്യിൽ സോസർ ഉണ്ട്, ഒരു കയ്യില് ജാറ് നിറയെ പാലുണ്ട്. ആ പാമ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാലുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആൻഡ് ഹി പുട്സ് ദ സോസർ വിത്ത് മിൽക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോബ്ര. അദ്ദേഹം വേഗം ആ ജാറിൽ നിന്നും പാല് പാത്രത്തിൽ സോസറിൽ ഒഴിച്ചിട്ട് പാമ്പിനടുത്തേക്ക് വെച്ചു കൊടുക്കുന്നു. ആൻഡ് ഹി ഫോൾഡഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബോഡ് ഹിസ് ഹെഡ് ടു ദ ഗ്രൗണ്ട് ആസ്കിംഗ് ഫോർഗിവ്നെസ്. ആ പാമ്പിന്റെ മുന്നിലേക്ക് പാല് വെച്ചിട്ട് അദ്ദേഹം തൊഴുകൈകളോടുകൂടി തല നിലത്ത് കുമ്പിടുന്നു, അതായത് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ദ കോബ്ര ഇൻ ഫ്യൂരി ബിറ്റ് Gunga Ram all over his head. ഈ സമയത്ത് വളരെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്, അതേപോലെ തന്നെ വേദന സഹിച്ച് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു കുട്ടികളെ പുറം പൊളിച്ച് അടിച്ചു പൊളിച്ചതാണ്. അങ്ങനെ വേദന സഹിച്ച് ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഈ പാമ്പ്, ഈ കിങ് കോബ്ര, നമ്മുടെ ഗുംഗാറാമിനെ ആഞ്ഞു കൊത്തുന്നു. ആൻഡ് ഹി വാസ് ബ്ലൈൻഡഡ് സൂൺ. അങ്ങനെ ആ വിഷം കയറിയിട്ട്, നമ്മൾ പറഞ്ഞു മോസ്റ്റ് പോയിസണസ് സ്നേക്കാണ്, ആ പാമ്പ് കൊത്തിയിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കാഴ്ചയില്ലാതാവുന്നു, കാഴ്ച മങ്ങുന്നു. ആൻഡ് ഹി ഗ്രോൺഡ് ഇൻ ആഗനി ആൻഡ് ഹിസ് ബോഡി ടേൺഡ് പെയിൽ ആൻഡ് ബ്ലൂ. അദ്ദേഹത്തിന്റെ ശരീരം നിമിഷ നേരം കൊണ്ട് തന്നെ വിളറി നീല നിറത്തിലേക്ക് എത്തുന്നു. ആൻഡ് ഫോർത്ത് കെയിം ഔട്ട് ഫ്രം ഹിസ് മൗത്ത് ആൻഡ് കൊലാപ്സ്ഡ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം വീഴുന്നു. ആൻഡ് ദ ടീച്ചർ സീസ് ബ്ലഡ് ഇൻ ഹിസ് ഫോർഹെഡ്. ടീച്ചർ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ 2 തുള്ളി രക്തം കാണുന്നു. ആൻഡ് വെൻ ഹി വൈപ്സ് ഇറ്റ് ഔട്ട് ഹി സീസ് വി മാർക്ക് ഓൺ വിച്ച് ദ സ്നേക്ക് ഹാഡ് ഡഗ് ഇറ്റ്സ് ഫാങ്സ്. അദ്ദേഹം ടീച്ചർ തന്റെ കർച്ചീഫ് ഉപയോഗിച്ച് ആ ബ്ലഡ് തുടച്ചെടുക്കുന്ന സമയത്ത് അവിടെ ഒരു വി മാർക്ക് കാണുന്നു. ആ വി മാർക്കിനടുത്താണ്, ആ വി മാർക്കിലാണ് ഈ പാമ്പ് കൊത്തിയത്. വി മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് വിഷ്ണു. വിഷ്ണുവിന്റെ മാർക്കാണ്. നമ്മൾ പറഞ്ഞു ഹി ഈസ് ദി ഡിവോട്ടി ഓഫ് ലോർഡ് വിഷ്ണു. ലോർഡ് വിഷ്ണുവിന്റെ ആ ഒരു മാർക്കാണ് വി മാർക്ക്. അവിടെയാണ് ഈ പാമ്പ് കൊത്തുന്നത്. The major themes of the story are ട്രഡീഷൻ വേഴ്സസ് സയൻസ്, അല്ലെങ്കിൽ ലോജിക്. ട്രഡീഷൻ അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷനും ലോജിക്ക് അല്ലെങ്കിൽ സയൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. നെക്സ്റ്റ് ബ്ലൈൻഡ് ഡിവോഷൻ, അന്ധമായ വിശ്വാസം. അതേപോലെ ചേഞ്ച് ആൻഡ് അഡാപ്റ്റബിലിറ്റി, മാറാനുള്ള ആ ഒരു അവസരങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതേപോലെ ലാക്ക് ഓഫ് വാല്യൂസ്, ഈ ഒരു തീംസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കാം.
ദെൻ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റോറി. ദ സ്റ്റോറി ഈസ് റിയലി എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സൂപ്പർസ്റ്റിഷൻ ഓർ സയൻസ്. And Gunga Ram is the servant in the house of the narrator, who is a stout follower of Lord Vishnu, and he believes that all lives are sacred and feeds milk to the King Cobra or Kala Nag, but the cobra bites and kills him. And here the V mark symbolizes the blind faith and its consequence. ഇവിടെ വിഷ്ണുവിനെ, ലോർഡ് വിഷ്ണുവിനെ കാണിക്കാനാണ് ആ ഒരു വി മാർക്ക്. അതിൻ്റെ സിമ്പല് അന്ധമായ വിശ്വാസവും അതേപോലെ ആ അന്ധവിശ്വാസത്തിലൂടെ വരുന്ന പരിണിത ഫലങ്ങൾ, അതിൻ്റെ റിസൾട്ടുമാണ്. കാളനാഗ ഇസ് എ സ്ട്രോങ് സിമ്പൽ ഓഫ് ദി ക്ലാഷ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. കാളനാഗം എന്നത് ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യമാണ് കാണിക്കുന്നത്. ആൻഡ് ദ സ്നേക്ക് ബൈറ്റ് ഹിം റൈറ്റ് അറ്റ് ദി വി മാർക്ക് ഓഫ് ഹിസ് ഫോർഹെഡ് and it is a symbol of devotion to Lord Vishnu. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. And the story unfolds the dangers behind blind faith and superstition. ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധമായ വിശ്വാസവും അതിലെ അനാചാരങ്ങളും ഒക്കെയാണ് ഈ കഥയിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗംഗാറാം അത് ചോദിക്കാം. പിന്നെ ചോദിക്കാവുന്നത് who are the major characters in this story. നമ്മൾ പറഞ്ഞു ഗംഗാറാം, then the four boys, അതിൽ ഉൾപ്പെടുന്ന നരേറ്റർ ഉണ്ട്, പിന്നെ കാളനാഗ, ഇവരൊക്കെയാണ്, ടീച്ചർക്കും ഒരു റോൾ ഉണ്ട്, ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് എക്സ്പ്ലെയിൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് സയൻസ്. ഇതൊക്കെ ഇതിനകത്ത് ചോദിക്കാം. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ബ്ലൈൻഡ് ഫെയ്ത്ത് ഓർ സൂപ്പർസ്റ്റിഷൻ. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.